ആനവളാണോ? അല്ല, മൂറോൻ തൈല. അന്ത്യകുദാശയ്ക്ക് മൂറോൻ തൈലം. കർത്താവേ, എടാ ഈപ്പ, നീ എന്റെ അപ്പനെ ചതിച്ചു ഒന്നല്ലടാ. ഇട്ടിയും പീലിയും ഒരുമിച്ച് വളർന്നു. അവരൊരുമിച്ച് തന്നെ പോട്ടടാ. ഈ കടലാസുകളും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുക. ചാകുന്നതിന് മുമ്പ് പീലിച്ചായൻ എന്നോടൊരു വാക്ക് പറഞ്ഞു. മോനെ ഈപ്പച്ച, നിന്റെ അപ്പനെ ഞാൻ കൊന്നു. അതിന്റെ പ്രായച്ചിത്തായിട്ട് എന്റെ എസ്റ്റേറ്റുകളൊക്കെ നീ എടുത്തോടാന്ന്. അല്ല, അപ്പൊ എന്ന് വെച്ച് പ്രാക്ക് കിട്ടുന്ന പണിക്കൊന്നും ഞാനില്ല. ഈ വീടും ചന്തയിലുള്ള കടമുറികളും തിയേറ്ററും നിനക്ക് തന്നെ. അത് മതിയല്ലോ കുട്ടപ്പ, നിനക്കൊരു ചെറുക്കനല്ലേ ഉള്ളൂ. ആ പറഞ്ഞതുപോലെ ആ കുരുത്തം കെട്ട ചെറുക്കൻ എവിടെടാ? കൊല്ലടാവനെ, എടാ പിടിക്കാൻ, പിടിക്കടാ. ഒരു കൊച്ചു ബേബി ചാണ്ടി ചായനെ കൊല്ലല്ലടാ. എടാ, ഒരു അബദ്ധം പറ്റിപ്പോയതാടാ. പുറകെ ചെന്ന് കൊല്ലടാവനെ. വിഷവിത്താവൻ, വിഷവിത്ത്. ആ വിത്ത് മൂത്ത് വരാൻ ഇനി സമയമെടുക്കും. പക്ഷേ മൂത്ത് മൂത്ത് കാതിലുറച്ചു പോയ നീ എനിക്കൊരു പ്രശ്നമാണ്. പറഞ്ഞു കേട്ടെടുത്തോളം ഇൻബോൺ ക്രിമിനലാണ് ഈപ്പൻ. അയാളെ കുട്ടപ്പച്ചൻ വീണ്ടും വിശ്വസിച്ചത് എന്താണ്? തിരുമണ്ടനല്ലേ ഇത്, ഭീരു. പീലിച്ചായൻ പക്ഷേ കിടിലൻ കക്ഷിയായിരുന്നു. സാക്ഷാൽ തസ്കരവീരൻ. വേഷം മാറുന്നതിൽ അതിവിദഗ്ധൻ. ശരിക്കും ഒരു കലാകാരൻ. ആ മഹാകള്ളന്റെ മകൻ ദാ കിടക്കുന്നു, കണ്ടപറ്റി ചളുക്കും കൊണ്ട്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലം ഗ്രാമീണരായ കൈത്തൊഴിലുകാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ 1,00,000 രൂപ വരെ ലോൺ കൊടുക്കുന്ന ഒരു പദ്ധതി സർക്കാർ കൊണ്ടുവന്നു. പക്ഷെ ഇതിന്റെ പേരിൽ മുതലെടുത്തത് ഈപ്പച്ചനെ പോലുള്ളവരാ. അവന്റെ മലയിൽ സ്പിന്നിംഗ് മിൽ എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടല്ലോ, അത് ശരിക്കും അവന്റെ അല്ല. കൊല്ലംകോട്ടിലുള്ള കുറെ പാവ നെയ്ത്തുകാര് ലോൺ എടുത്തുണ്ടാക്കിയതാ. ഓരോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും ബ്ലാക്ക് മെയിൽ ചെയ്തും കുട്ടപ്പനെ പിടിച്ച് മുന്നിൽ നിർത്തിയതോടെ നെയ്ത്തുകാർക്ക് വിശ്വാസമായി. അങ്ങനെ എല്ലാവരും കൂടി ഒരു സഹകരണ സംഘം തുടങ്ങുന്നു. പുതുക്കാടുള്ള കുട്ടപ്പന്റെ 10 ഏക്കർ റബ്ബറാണ് കമ്പനിയുടെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. നെയ്ത്തുകാരുടെ വീതമെന്ന് പറയുന്നത് അവരുടെ കിടപ്പാടം. ഈപ്പൻ വെറും 1000 രൂപ ഷെയറുള്ള സാധാ മെമ്പർ. പക്ഷെ 5 കൊല്ലത്തിനുള്ളിൽ കുട്ടപ്പനും നെയ്ത്തുകാരും പുറത്ത്. സംഘം ഈപ്പന്റെ വകയായി. ഇന്നല്ലെങ്കിൽ നാളെ ഇവനെ ചവിട്ടി മിതിക്കാൻ ഒരുത്തൻ വരും. അല്ലെങ്കിൽ ഞാൻ വരുത്തും. ആരെ വരുത്തും? എന്റെ പീലിച്ചായന്റെ കൊച്ചുമോനെന്ന് പറഞ്ഞാ എന്റെയും കൂടെ കൊച്ചുമോനാ. ഞാൻ പറഞ്ഞാൽ അവൻ വരും. കൊച്ചു ബേബി. കൊച്ചു പിള്ളേരൊക്കെ വന്ന് ടീപ്പിനിട്ട് എന്ത് ചെയ്യാനാ? അവനിപ്പോ കൊച്ചു ബേബി അല്ല, അറക്കളം ബായ്. ബോംബെ. അങ്ങേരും കള്ളനാണോ? ടെക്നിക്കലി സ്പീക്കിംഗ് കള്ളൻ തന്നെയാ. പക്ഷേ ഇത് റേഞ്ച് വേറെ. മഹാ അണ്ടർവേൾഡാ, മഹാ അണ്ടർവേൾഡ്.
अरकलम भाई, मैं सकीर अली बोल रहा हूँ। मुझे आपका मदद चाहिए। वो साला रबीरो हमें चीटिंग किया, 75 लाख का माल लेकर अपना ही ब्लू फोर्ड कार में भाग गया साला। अरकलम भाई, मुझे किसी भी तरह वो माल वापस चाहिए और वो काम सिर्फ आप ही कर सकता है। थोड़ी ही देर पहले निकल गया। हाँ, मुंबई पुणे एक्सप्रेस हाईवे से। अभी पनवेल क्रॉस किया नहीं होगा।